നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിവാക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഒന്നുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവയുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. വിശുദ്ധാവേ നിനക്ക് സ്തുതിയും. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതിയും. പാർക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകും. നിന്റെ വരുന്നതുമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. പിതാവാ ദൈവത്തിൻ്റെ വാത്സല്യപുത്രനായ മാതാവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ഈ അപേക്ഷ നീ അവിടുന്ന് കേൾക്കുമാറാകണമേ. പരിശുദ്ധ റൂഹായുടെ മണവാട്ടിയായ മാതാവേ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കാവൽക്കാരനായിരുന്ന നീതിമാനായ യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ ഈ പിതാവായ യോയാക്കീം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ മാതാവായ ഹന്ന അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്നെപ്പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല, നിന്നെപ്പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. ഭാഗ്യവതിയായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. ജീവമന്ന സൂക്ഷിക്കപ്പെട്ട സ്വർണ്ണ ചെപ്പായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹസ്കിയേൽ കണ്ട രഥമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീകളുടെ നിന്നയെ നീക്കിക്കളഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജാതിരാജാവ് വസിച്ച രഹസ്യ കൊട്ടാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അവിടുന്ന് നിന്റെ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളും സാക്ഷാൽ മുന്തിരിയെ പുറപ്പെടുവിച്ച തോട്ടകമായ മാതാവേ, ക്രൂബേന്മാരുടെ രഥത്തെക്കാൾ ഔന്നത്യമുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഐശ്വര്യങ്ങളുടെ സ്പർണാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്നിൽ നിന്നുദിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുമാറാകണമേ. ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ, നിന്റെ മാതാവിൻ്റെ ഓർമ്മ ഞങ്ങൾക്ക് വാഴ്വിനായി തീരണമേ. അവളുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയായി തീരണമേ. നിന്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുടെ കൂടെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെ സകല വാങ്ങിപ്പോവുകയും നിന്റെ വലതുഭാഗത്ത് നിന്റെ മഹത്വത്തെ കാണുകയും നിന്റെ മാതാവിനോടും സകല വിശുദ്ധന്മാരോടും കൂടെ നിന്റെ പിതാവിനോടും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബുകുലശുഭാലവൽമീൻ. Glory be to the triune God. Beloved Tirumeni, respected Achans, and all dear listeners, God Almighty has been gracious for this blessed opportunity to be a part of Theo ministry, which has been instrumental to tirelessly provide us the spiritual bread during these tough times. Here, we have now entered into the latter part of the Great Lent, which thereby takes us a step closer to the death and resurrection of our Lord Jesus Christ. The thoughts going through each one of our minds can be different at this point of time. There would be many who would want to continue observing the Lent with the same passion that they would have been doing until now. For some others, it could be a call for themselves to reorder their life in a way that suits the Lent. Whereas there could be some others
who could still be contemplating on whether it's time to start following the Lent. However, I would like to take our focus instead onto someone who knew that he is going to go through some difficult days ahead. Yes, I would like to take a moment and think what our Lord Jesus Christ would have been going through during this time leading to his crucifixion. What is that which kept him strengthened during these days? Because in few days he is going to be rejected by his own people. He would be spat upon, he would be mocked, mercilessly beaten, and finally would be crucified on the cross in Calvary. All this for that very own people that he loved, whose sins were forgiven, who were healed from their diseases, and who were shown the path of eternal life. The pain of these moments could be understood through the book of St. Luke, chapter 22, verses 43 and 44, where at the Garden of Gethsemane, an angel from heaven appeared to him and strengthened him. And being in anguish, he prayed more earnestly, and his sweat was like drops of blood falling to the ground. Even after knowing this, that all this could happen, all the biblical readings of these days point out to how Christ is tirelessly going around towns, proclaiming the message of God the Father and performing miracles. The passage for this day even says that in St. Mark chapter 6 verses 56, and wherever he went, into villages, towns, or countryside, they placed the sick in the marketplaces. They begged him to let them touch even the edge of his cloak, and all who touched it were healed. Christ knew and understood that these days ahead are going to change the world for good, and thereby had no thoughts other than fulfilling the will of God the Father. It is his everlasting love for the people that could be seen also in St. Mark chapter 6 verses 34, where when Jesus saw the vast crowd, his heart was moved with pity for them, for they were like sheep without a shepherd, and he began to teach them many things. After that, we even see how Christ performs a miracle by feeding thousands, so that his people would not have to wander places looking for food. So let us pray to God Almighty to pour out his grace and mercy upon us, so that we can observe a fast like he desires, one which needs us to turn away from wickedness, the sins of the tongue, and rather emphasize solely on helping the needy. Let us pray in the mighty name of the Father, Son, and the Holy Spirit. Amen. ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ നെഞ്ചു തകരും കരയുമ്പോൾ എന്നെ നെഞ്ചോടു ചേർക്കുമൻ യേശുനാഥ. ഓ എന്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടണേ. ഓ എന്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടണേ. ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ എൻ സ്വന്ത നേട്ടങ്ങളെല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. എൻ സ്വന്ത നേട്ടങ്ങളെല്ലാം മറന്നു
ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. കണ്ടെല്ലാവരും നന്മകളൊന്നും നന്ദിയായി എന്നെ തള്ളിയല്ലോ. കണ്ടെല്ലാവരും നന്മകളൊന്നും നന്ദിയായി എന്നെ തള്ളിയല്ലോ. ഓ എന്റെ സ്നേഹമേ, ശാന്തിയായി വന്നിടണേ. ഓ എന്റെ സ്നേഹമേ, ശാന്തിയായി വന്നിടണേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, നെഞ്ചു തകരും കരയുമ്പോൾ എന്നെ നെഞ്ചോടു ചേർക്കുമൻ യേശുനാഥ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. In the name of the Father, and of the Son, and of the Holy Spirit, one true in God, forever and ever. Amen. Respected Tirumani, Achans, elders of the Church, and my dear brothers and sisters in Christ, as we are observing the most important Lent of the year, the Great Lent, the purpose of Great Lent is to prepare the faithful to not only commemorate but to enter into the passion and resurrection of Christ. Observing Lent doesn't mean only to abstinence oneself from food, but also from anger, pride, and selfishness. Lent is not for the sake of Lent itself, as fasting is not for the sake of fasting. Rather, these are means by which and for which the individual believer prepares himself to reach for, accept, and attend the calling of his Savior. Lent is a time of joy. It is a time when we come back to life. It is a time when we shake off what is bad and dead in us in order to become able to live with all the vastness, all the depth, and the intensity to which we are called. We have to believe the power of fasting as it relates to power and prayer, that is spiritual weapon that our Lord has given us to destroy the strongholds of evil. There is no point in fasting and prayer until it equips you for spiritual awakening. Hope this Lent will not slip by without having made a genuine effort to prepare ourselves for the resurrection of Jesus Christ our Savior. Let us set out with joy upon the season of the fast and prepare ourselves for spiritual combat. Let us purify our soul and cleanse our flesh, and as we fast from food, let us abstain also from every passion. Rejoicing in the virtues of the Spirit, may we preserve with love, and so be counted worthy to see the solemn passion of Christ our God, and with great spiritual gladness to behold his holy Passover. The whole journey into the resurrection becomes our own if we are able to stand in examination of our lives, see how far we have brought ourselves from the life God intends for us, and then long, truly long, to return to our true home, to paradise. We must turn our tears towards the home from which we have sinfully departed, and absolutely start our journey back, begging God's forgiveness in our return.
True repentance begins with self examination and forgiveness. Forgiveness, not only for ourselves, but also to forgive our brethren, to love our neighbors, and to keep ourselves away from all kinds of malice and fornication. To humble oneself completely. Along with all these, almsgiving is also important while observing Lent. We give up something or deprive ourselves of something so that others can have it. That's an act of love for others and for God because we see Christ in them. To share is to give, and to give is to love, and to let others experience our faith. Doing these things can help us grow in faith, especially this Lenten season. I end this with the words, "Behold, O Christ, the affliction of my heart. Behold my turning back. Behold my tears. O Saviour, despise me not, but embrace me once again into your compassion, and count me with the multitude of the saved, that with thanksgiving I may sing the praises of your mercy." May the blessings of Father, Son, and the Holy Spirit be with us all, now and forever and ever. Amen. O Lord our God, we thank you for giving us an opportunity to gather in this online platform in your revered name. Lord, as we all are at a phase of fear and uncertainty, let your words guide us and heal our wounds. We pray for your love and compassion to abound us as we walk through these challenging times. We pray for all those who are suffering with sickness and all those who are taking care of them. Father, you are the unfailing refuge for those who suffer. Bring peace and comfort to the sick and infirm. Give all those who look after them knowledge, patience, and compassion. Inspire them with actions which will bring relief, words which will enlighten, and love which will bring comfort. We commit to you the disheartened, the rebellious, those torn by temptation and tormented by desire. Lord, pour out on us your spirit of love, understanding, and sacrifice. Father, your only Son took upon himself the sufferings and weakness of all mankind. Through his passion and cross, he taught us how good can be brought out of suffering. Look upon our brothers and sisters who are ill. In the midst of illness and pain, may they be united with Christ, who heals body and soul. May they know the consolation promised for those who suffer and be fully restored to health. Almighty and ever-living God, in whose hands are the rights and hopes of every man, look graciously on those who govern that. In lasting peace they may promote social progress and religious freedom for all nations of the earth. Lord, we thank you for all the blessings you have showered on us. Lord, we surrender our mind, memory, and intellect into your hands. Lord, we pray for all the students who will be appearing for exams. God, give them good memory to understand and help them remember what they have studied. Lord, during these times, as we are not able to physically wrap our arms around each other, let us still find ways to be loving embrace of God to our neighbors. We humbly submit ourselves before thee. In the name of Father, Son, and Holy Spirit. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.